ചരിത്രപരമായ ഒരു നീക്കത്തിൽ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ആദ്യമായി സംസ്കൃതം പാകിസ്ഥാനിലെ ക്ലാസ് മുറികളിലേക്ക് തിരിച്ചുവരുന്നു. ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് സയൻസ് ക്ലാസിക്കൽ ഭാഷയിൽ 4 ക്രെഡിറ്റ് കോഴ്സ് ആരംഭിച്ചു. രാജ്യത്തിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി സംസ്കൃതം പഠിപ്പിക്കാനൊരുങ്ങി പാകിസ്ഥാൻ. സംസ്കൃത ഭാഷയിൽ 4 ക്രെഡിറ്റ് കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് സയൻസ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രത്യേക താൽപര്യപ്രകാരമാണ് പാഠ്യവിഷയത്തിൽ സംസ്കൃതം ഉൾപ്പെടുത്തിയത്. കോഴ്സിന്റെ ഭാഗമായി മഹാഭാരതം ടെലിവിഷൻ പരമ്പരയിലെ ഹേകദ സംഗ്രാം കിയുടെ ഉർദു പതിപ്പും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും. ലാഹോർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വിശാലമായ സംസ്കൃത ഗ്രന്ഥശേഖരണങ്ങളുണ്ടെന്ന് ഗുർമനി സെന്റർ ഡയറക്ടർ ഡോക്ടർ അലി ഉസ്മാൻ ഖാസ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാഭാരതവും ഭഗവത്ഗീതയും ഉൾപ്പെടുത്തി ആരംഭിക്കാനിരിക്കുന്ന കോഴ്സുകളിലൂടെ സർവകലാശാല വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. 15 വർഷത്തിനുള്ളിൽ ഗീതയിലും മഹാഭാരതത്തിലും അറിവുള്ളവരെ പാകിസ്ഥാനിലും കാണാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. 1930കളിൽ പണ്ഡിതനായ ജെയ്സിയ വൂൾനർ പട്ടികപ്പെടുത്തിയ സംസ്കൃത കൈയെഴുത്ത് പ്രതികളുടെ വലിയ ശേഖരം ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം വിദ്യാർത്ഥികളിൽ ആരും ഉപയോഗിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശ ഗവേഷകർ മാത്രമാണ് അത് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോർമാൻ ക്രിസ്ത്യൻ കോളേജിലെ സോഷ്യോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദ് റഹീമിന്റെ ശ്രമങ്ങളിലൂടെയാണ് ഈ മാറ്റം സാധ്യമായത്. മനുഷ്യരാശിക്കായുള്ള നിരവധി അറിവുകൾ ക്ലാസിക്കൽ ഭാഷകളിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അറബിയും പേർഷ്യനും പഠിച്ചുകൊണ്ടാണ് തുടങ്ങിയത്, തുടർന്ന് സംസ്കൃതം പഠിച്ചു, ഡോക്ടർ റഷീദ് പറഞ്ഞു. കേംബ്രിഡ്ജ് സംസ്കൃത പണ്ഡിതനായ ആന്റോണിയ റുപ്പിലിന്റെയും ഓസ്ട്രേലിയൻ എൻഡോളജിസ്റ്റ് ബക്കോമസ് ടൈലറുടെയും കീഴിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള പഠനത്തെയാണ് ഞാൻ ആശ്രയിച്ചിരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.